സി മുകുന്ദൻ എം.എൽ.എ നേതൃത്വം നൽകുന്ന LDF നാട്ടിക മണ്ഡലം വികസന സന്ദേശജാഥ രണ്ടാം ദിവസം അന്തിക്കാട് കോക്കാൻമുക്കിൽ നിന്ന് ആരംഭിച്ചു. അന്തിക്കാട്, താന്യം, ചാടൂർ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ആലപ്പാട് സെന്ററിൽ സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ സി മുകുന്ദൻ എം.എൽ.എ, വൈസ് ക്യാപ്റ്റൻ AS ദിനകരൻ, മാനേജർ KK ജോബി, ഷീല വിജയകുമാർ, KK അനിൽ, സെബി ജോസഫ്, KS മോഹൻദാസ്, KP സന്ദീപ്, KK രാജേന്ദ്രബാബു, KM ജയദേവൻ, TR മീര, ഷീന പറയങ്ങാട്ടിൽ, OS സുബീഷ്, TS മധു, AV ശ്രീവത്സൻ, PR കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. സമാപന യോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യാഴം രാവിലെ പള്ളിപ്പുറത്ത് നിന്ന് ജാഥാ പര്യടനം ആരംഭിക്കും. പാറളം, ചേർപ്പ്, അവിണിശ്ശേരി പഞ്ചായത്തുകളിൽ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ആനക്കല്ല് സെന്ററിൽ സമാപിക്കും. സമാപന യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. വലിയ സംഖ്യ അത് പ്രശ്നമാണ്. അത് കൃത്യമായി അടയ്ക്കുന്നത്. ഘട്ടം ഘട്ടമായി അടച്ചു തീർക്കുന്നതിന് ആവശ്യമായ തീരുമാനം കളക്ടർ രേക്ഷയോട് കൂടി ആലോചിച്ച് തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളോട് വരുന്ന പ്രവർത്തകരോട് പറയാം, ജപ്തി ഇല്ലെങ്കിൽ വലിയ കാശുകൾ മാത്രമേ ജപ്തിയുള്ളൂ, പാവപ്പെട്ടവർക്ക് ഇനി ജപ്തി ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ നിയമം സർക്കുലർ രേക്ഷകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതവർ നടക്കാനിപ്പോൾ. അപ്പോൾ അത് വലിയൊരു വിഷയമായി നമുക്ക് പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പോകും. നമ്മളൊക്കെ മുദ്രാക്കുന്നൊരു ആശയം നമ്മുടെ കേരളത്തിൽ സർക്കാർ നടപ്പാക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഏதாவது നിയമം നടപ്പാക്കിയെന്ന്? ഞാനും നിങ്ങളും ഒരുമയോടെ പിടിച്ച മുദ്രാവാക്യം ഈ രാജ്യത്തിൽ തട്ടിയില്ലാത്തൊരു രാജ്യമാക്കി മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞ ആശയം. ഏത് മുദ്രാവാക്യം വെച്ചാലും നമ്മൾ പറയാം, ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം. അതാണ് നമ്മുടെ പയറ് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകുന്നതിനുള്ള ആശയം. CPI താന്യമടക്ക് LC KV ഭാസ്കരൻ, വനിതാ ബ്രാഞ്ച് കിഴക്കുമുറി K സുഭദ്ര രവി, NREG മഹിളാ സംഘം വടക്കുമുറി കിഴക്ക് യൂണിറ്റിലെ ശുഭ സുരേഷ്, പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രകാശ്, സെൻട്രൽ ബ്രാഞ്ച് PB ഭാസി, CPI കുട്ടംകുളം ബ്രാഞ്ചിന് രവി പുളിപ്പറമ്പിൽ, CPI AIVF കുട്ടംകുളം യൂണിറ്റിന് അതുൽ രാധാകൃഷ്ണൻ.